പ്രസവശേഷം അമ്മമാർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് മുലയൂട്ടാൻ തുടങ്ങുമ്പോഴുള്ള സ്റ്റാർട്ടിംഗ് ട്രബിൾസ്. ഇതിന് പരിഹാരം എന്തൊക്കെ എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. ദയവായി വീഡിയോ മുഴുവനായും കാണുക. ഞാൻ ഡോക്ടർ ഐഷബി. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്. നമുക്കിനി വീഡിയോയിലോട്ട് കടക്കാം. അമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ് കുട്ടിയെ പരിപാലിക്കുക, കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കുക എന്നുള്ളത്. ശരിയല്ലേ? 6 മാസം എക്സ്ക്ലൂസീവായിട്ട് ബ്രസ്റ്റ് ഫീഡിങ് മാത്രം ചെയ്യുക. വേറെ എക്സ്ട്രാ ഒന്നും തന്നെ കുട്ടിക്ക് ആവശ്യമില്ല. മുലയൂട്ടുന്നതിനായി ബ്രസ്റ്റിൻ്റെ കെയർ ഡെലിവറിക്ക് മുമ്പ് തന്നെ നിങ്ങൾ തുടങ്ങണം. അതായത് ബ്രസ്റ്റ് ഒന്ന് ഒരു 8-8.5 മാസമാകുമ്പോൾ സ്വയം ഒന്ന് എക്സാമിൻ ചെയ്ത് നോക്കുക. നിപ്പിൾ ഉള്ളിലോട്ട് വലിഞ്ഞിട്ടാണോ, നിങ്ങൾക്ക് ഫ്ലാറ്റ് നിപ്പിളാണോ, നിപ്പിളിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, ബ്രസ്റ്റിൽ എന്തെങ്കിലും മുഴകളുണ്ടോ, കഷങ്ങളിലോ അല്ലെങ്കിൽ ബ്രസ്റ്റിൻ്റെ താഴെയോ വേറെ എവിടെയെങ്കിലോ ശരീരത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടോ, ചൊറിച്ചിലുണ്ടോ, ഇതിനൊക്കെ നിങ്ങൾ പ്രസവത്തിന് മുമ്പ് തന്നെ ഡോക്ടറെ കാണിച്ച് ഡോക്ടറോട് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. നിപ്പിൾ ഉള്ളിലോട്ട് വലിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലോ നിപ്പിൾ പുള്ളർ ഉപയോഗിച്ച് പുറത്തോട്ട് വലിച്ചിട്ട് അത് കറക്റ്റ് ചെയ്തെടുക്കണം. മുലക്കണ്ണി ഡ്രൈ ആയിട്ടുണ്ട്, പൊട്ടുന്ന ടൈപ്പാണെന്നുണ്ടെങ്കിലോ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ പ്യുവർ നെയ്യോ നിങ്ങൾ പുരട്ടിയിടാൻ ശ്രമിക്കുക. രണ്ടാമത്തെ ടിപ്പ്, പോസിറ്റീവ് ചിന്താഗതി. അതായത് എനിക്ക് പാല് വരും, പാല് ഇറങ്ങും, കുട്ടി പാല് കുടിക്കും എന്നുള്ള ആത്മവിശ്വാസവും ധൈര്യവും. പോസിറ്റീവ് ചിന്താഗതി ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നെഗറ്റീവ് ചിന്താഗതികൾ വരാൻ എളുപ്പമാണ്. കാരണം പോസ്റ്റ്പാർട്ടം ടൈമിൽ, പ്രസവം കഴിഞ്ഞ സമയത്ത് ഹോർമോൺ ചേഞ്ചസ് കാരണം ഡിപ്രഷൻ വരാൻ നല്ല സാധ്യതയുള്ള സമയമാണ്. ആ ടൈമിൽ നെഗറ്റീവ് ഡയലോഗുകളും നെഗറ്റീവ് ചിന്താഗതികളും നമ്മൾ ഒഴിവാക്കുക. മറ്റുള്ളവരിൽ നിന്ന് വരുന്ന നെഗറ്റീവ് കമൻസ്, അതായത് പാല് തീരെ ഇല്ലല്ലോ, കുട്ടി തീരെ കുടിക്കുന്നില്ല, കുട്ടിക്ക് കുടിക്കാനൊന്നുമില്ല, രാത്രി മുഴുവൻ കുട്ടി കരച്ചിലായിരുന്നു, കുട്ടിക്ക് നല്ല വിശപ്പുണ്ട്, കുട്ടി ക്ഷീണിച്ചു പോയി, ഇങ്ങനെയുള്ള ഡയലോഗുകൾ ഇഷ്ടം പോലെ നിങ്ങളും കേട്ടിട്ടുണ്ട്, ഞാനും കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് വേണ്ടത്? അത് ആ വക ഡയലോഗുകൾ കേട്ടില്ല എന്ന് തന്നെ നിങ്ങൾ വിചാരിക്കണം. കേട്ടില്ല എന്ന് തന്നെ നടിക്കുക. നിങ്ങൾ കൃത്യം കുട്ടിക്ക് പാല് കുടിക്കാനും പാലൂട്ടാനും കുട്ടീനെ ശ്രദ്ധിക്കാനും മാത്രം നിങ്ങൾ ശ്രമിക്കുക. വേറെ ഒരു നെഗറ്റീവ് കമൻസും നിങ്ങൾ കേൾക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? പാല് കൂടാൻ വേണ്ടിയിട്ടുള്ള നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക. അതായത് നിങ്ങൾക്ക് തേങ്ങാപ്പാൽ, അല്ലാതെ പശുവും പാല്, ജീരകം, അയ്മോദകം, ഉലുവ, മുരിങ്ങയില, മുരിങ്ങക്കായ, മുത്താറി, ബദാം, അണ്ടിപ്പരിപ്പ്, നട്ട്സ്, കടല, എന്തും എല്ലാ നല്ല ഭക്ഷണവും നിങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. ഓക്കെ, വെള്ളം ധാരാളം കുടിക്കുക. ഇനി മൂന്നാമത്തെ ടിപ്പ് എന്ന് വെച്ചാൽ ഫീഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ബ്രസ്റ്റ് കെയറും അതുപോലെ നിപ്പിൾ കെയറും എങ്ങനെയെന്നുള്ളത് നമുക്ക് നോക്കാം. കുട്ടിക്ക് പാല് കുടിക്കാൻ തുടങ്ങുമ്പോൾ നിപ്പിൾ മാത്രമായിട്ട് നിങ്ങൾ കുട്ടീൻ്റെ വായിൽ വെച്ച് കൊടുക്കരുത്. നിപ്പിളിൻ്റെ അടിയിലാണ്, നിപ്പിളിന് ചുറ്റുമുള്ള ഏരിയോല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഗ്രന്ഥികളുള്ളത്. അപ്പോൾ നിപ്പിൾ മാത്രം വലിച്ചാൽ ഒരിക്കലും പാല് വരില്ല. അപ്പോൾ കുട്ടി വളരെ കഠിനമായിട്ട് റിപ്പീറ്റഡായിട്ട് അതിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അത് പൊട്ടുന്നതും അതിൽ വ്രണങ്ങൾ വരുന്നതും അതിൽ പെയിൻ വരുന്നതും. അപ്പോൾ കുട്ടി കുടിക്കുമ്പോൾ നിപ്പിളും അതിന് ചുറ്റുമുള്ള ഏരിയോലയും കൂടെ കുട്ടി വലിക്കണം. അപ്പോൾ ഗ്രന്ഥികൾ ഏരിയോലയിൽ വലിക്കുമ്പോൾ ഗ്രന്ഥികൾ അമരും. ആ ഗ്രന്ഥികളിൽ നിന്ന് എളുപ്പത്തിൽ പാല് കുട്ടീൻ്റെ വായിലോട്ട് വരും. അത് വളരെ സുഗമമായ ഒരു കാര്യമാണ് കുട്ടിക്കും അമ്മക്കും. അതിലാർക്കും പെയിനും വരുന്നില്ല, പാൽ എളുപ്പത്തിൽ കിട്ടുകയും ചെയ്യും. കുട്ടിക്ക് ക്ഷീണം വരില്ല. കാരണം കുട്ടി മുലപ്പാൽ ഈമ്പി കുടിക്കുക എന്നുള്ളത് കുട്ടിക്കൊരു എക്സർസൈസാണ്. കുട്ടി ക്ഷീണിക്കുന്നുണ്ട്, കുട്ടി തളരുന്നുണ്ട്, കുട്ടി ഇടയ്ക്ക് റെസ്റ്റ് എടുക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ കാര്യം നിങ്ങൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നിപ്പിൾ എങ്ങനെയാണ് നമുക്ക് കെയർ ചെയ്യേണ്ടത്? നിപ്പിൾ നിരന്തരം വലിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ അവിടെ നനവ് വരും. അപ്പോൾ ഒരിക്കലും കുട്ടി കുടിച്ചു കഴിഞ്ഞിട്ട് ആ നനവോടെ നമ്മൾ ബ്രേസർ താഴ്ത്തരുത്. ആ നനവ് തുടക്കുക. എയർ ഡ്രൈ ചെയ്യണമെന്നാണ് ശരിക്കും പറയുന്നത്. അത് ഒന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു വൃത്തിയുള്ള തുണി കൊണ്ട് തുടച്ചിട്ട് അത് ഡ്രൈ ആക്കി സൂക്ഷിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിപ്പിൾ പാഡ് ഉപയോഗിക്കാം നിങ്ങൾക്ക്.
നിപ്പിൾ പാഡ് എന്ന് വെച്ചാൽ സ്ഥിരം ഇങ്ങനെ നനഞ്ഞുകൊണ്ട് ഇങ്ങനെ പാലിങ്ങനെ ഇറ്റിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് നിപ്പിൾ പാഡ് ഉപയോഗിച്ചാൽ അത് ഡ്രൈ ആയി കിട്ടും. അവിടെ ഇൻഫെക്ഷൻ വരില്ല, പൊട്ടാൻ സാധ്യത കുറവായിരിക്കും. ഇനി പൊട്ടിക്കഴിഞ്ഞു എന്താണ് ചെയ്യേണ്ടത്? പൊട്ടിക്കഴിഞ്ഞാൽ അതിൽ വ്രണമുണ്ടാവും, വേദന ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ മുലപ്പാൽ തന്നെ എടുത്ത് പുരട്ടാൻ പറ്റും. നല്ലൊരു റെമഡിയാണത്, നല്ലൊരു മെഡിസിനാണത്. കാരണം അതിലെന്തൊക്കെ ഉണ്ട്? ഇമ്മ്യൂണോഗ്ലോബുലിൻ ഉണ്ട്, ആൻറ്റിബോഡീസ് ഉണ്ട്, ഫാറ്റി മെറ്റീരിയൽസ് ഉണ്ട്. ഇത് റിപ്പയറിന് സഹായിക്കും. ഓക്കെ, റിപ്പയറിന് വേണ്ടിയിട്ട് വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. വേദനയും കുറയും. അതുകൊണ്ട് ഇനി ബൈ ചാൻസ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണ്? പാൽ കൂടി നിർത്തരുത്. ഓക്കെ, നിപ്പിൾ ഷീൽഡ് കിട്ടും, അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിപ്പിൾ പമ്പ് വെച്ചിട്ട് വലിച്ചിട്ട് കുട്ടിക്ക് സ്പൂൺ കൊണ്ട് കൊടുക്കാം. ഇനി മുലപ്പാൽ കുറേ സമയം കുട്ടി കുടിക്കാതെ കുട്ടി അധിക നേരം ഉറങ്ങിപ്പോയി എന്നുണ്ടെങ്കിൽ ബ്രസ്റ്റിൽ മുലപ്പാൽ കെട്ടി നിൽക്കും. അങ്ങനെ വരുമ്പോൾ കഞ്ചഷൻ വരും. കഞ്ചഷൻ വരുമ്പോൾ ചിലപ്പോൾ അത് റെഡ്നെസ് ആവും, പഴുപ്പാവും, പസ് കളക്ഷൻ ആവും, ആബ്സസ് ആവും. ആബ്സസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ കീറാനേ പറ്റുള്ളൂ. കീറിക്കഴിഞ്ഞാൽ മുല കൂടി മുടങ്ങും. അതുകൊണ്ട് എന്തെങ്കിലും ബ്രസ്റ്റ് എൻഗോജ്മെൻറ്റ് വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? ഒരിക്കലും അത് വെച്ചിരിക്കരുത്. ആ പാല് അവിടെ കെട്ടി നിൽക്കാൻ സമ്മതിക്കരുത്. അത് പിഴിഞ്ഞ് ഒഴിവാക്കുക. ഇനി വീക്കവും ചോപ്പും പനിയും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണിച്ചിട്ട് തക്കതായ ചികിത്സ തക്കതായ സമയത്ത് തേടേണ്ടതാണ്. അടുത്ത കാര്യം എന്താണ് എന്ന് വെച്ചാൽ നല്ല സപ്പോർട്ടുള്ള നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കോട്ടൻ്റെ ബ്രേസർ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഒരിക്കലും ബ്രേസർ ഇല്ലാതെ നിങ്ങൾ നിൽക്കരുത്. കാരണം ബ്രേസർ ഇല്ലാതെ നിന്നാൽ പാല് വന്ന് നനവ് വന്ന് അവിടെ ഏതെങ്കിലും പ്രതലത്തിൽ ഡ്രസ്സിലൊക്കെ തട്ടുമ്പോൾ അത് പൊട്ടാനും ഇൻഫെക്ഷൻ വരാനും വൃത്തിയില്ലാതെ ആവാനും ഒക്കെ നല്ല സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള പ്രോപ്പർ ഫിറ്റിംഗ് ആയിട്ടുള്ള കോട്ടൻ്റെ ബ്രേസിയർ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് അവസാനത്തെ ടിപ്പാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. മുലയൂട്ടാൻ വേണ്ടി അമ്മ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പോസ്ചറിൽ ഇരിക്കേണ്ടതാണ്. എവിടെ ഇരുന്നാലും കുഴപ്പമില്ല. നല്ല ചാരിയിട്ട് ബാക്കും ഷോൾഡറും അതുപോലെ നെക്കും സപ്പോർട്ട് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് കംഫർട്ടബിളായിട്ട് അമ്മ കംഫർട്ടബിളാണെന്ന് അമ്മക്കറിയണം, അമ്മക്ക് തോന്നണം. ആ രീതിയിൽ നിങ്ങൾ ഇരിക്കുക. എന്നിട്ട് മടിയിൽ കുട്ടീനെ വാങ്ങുക. എന്നിട്ട് പ്രോപ്പറായിട്ട് ലാച്ച് ചെയ്തിട്ട് കുടിപ്പിക്കുക. അതുപോലെ തന്നെ കുട്ടീനെ മേലോട്ട് കൊണ്ടുപോയി ബ്രസ്റ്റിലോട്ട് കുട്ടിയെ കൊണ്ടുപോവുക. അല്ലാതെ അമ്മ കുനിഞ്ഞിട്ട് കുട്ടിയിലോട്ട് ബ്രസ്റ്റും കൊണ്ട് പോകരുത്. ഓക്കെ, കുട്ടീനെ എടുത്ത് മേലോട്ട് പോയി നല്ല സപ്പോർട്ട് വെച്ചിട്ട് പാല് കൊടുക്കുക. ഒരിക്കലും കുനിഞ്ഞ് കുട്ടീൻ്റെ അടുത്തോട്ട് പോയിട്ട് കൊടുക്കരുത്. അങ്ങനെ വരുമ്പോൾ എന്താണ് സ്ഥിതി? നമുക്ക് ബാക്ക് പെയിൻ ഉണ്ടാവും, നെക്ക് സ്ട്രെയിൻ ഉണ്ടാവും, ഷോൾഡർ പെയിൻ ഉണ്ടാവും. അപ്പം നമുക്ക് മുലയൂട്ടൽ തന്നെ ഒരു ബുദ്ധിമുട്ടായി തോന്നും. അമ്മക്ക് ഒരിക്കലും മുലയൂട്ടൽ ബുദ്ധിമുട്ടായി തോന്നരുത്. അമ്മ എപ്പോഴും കംഫർട്ടബിൾ ആയിരിക്കണം. പിന്നെ മുലയൂട്ടാൻ വേണ്ടി പ്രത്യേകം ചില പില്ലോസൊക്കെ അവൈലബിൾ ആണ്, അതും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത്രയും ടിപ്സ് പുതിയതായി കുഞ്ഞിനെ പ്രതീക്ഷിക്കുന്നവർക്കും അടുത്ത കാലത്ത് പ്രസവിച്ചവർക്കും ഉപകാരപ്രദമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ഓക്കെ ദെൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.